മുഹമ്മദ് റസൂൽ അള്ളാഹുവാണ്. ചിലവരോട് എന്താ സാഹചര്യത്തിൽ പറയണ്ടാവും, ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യനാണ്. ശരിയാണ്, ഞാനും നിങ്ങളെപ്പോലെ അല്ലേ. നിങ്ങൾ മനുഷ്യനെന്ന തലത്തിലായിരിക്കുന്നത്, ഞാൻ അള്ളാഹുവാണ്, ഈശ്വരനാണെന്ന തലത്തിലിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അറിവിൻ്റെ കാഴ്ചയുടെ തലത്തിലാണ് ഞാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ അറിവിൻ്റെ തലം. അപ്പോൾ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ രൂപമാണ് ഞാൻ എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് മുഹമ്മദ്, നിങ്ങൾ അള്ളാഹു അല്ലാന്നല്ല, മുഹമ്മദ് റസൂൽ അള്ളാഹുവാണ്, നിങ്ങളും അള്ളാഹുവാണ്. പക്ഷേ നിങ്ങൾ ഇരിക്കുന്നത് മനുഷ്യനാണ്. ഞാൻ അള്ളാഹുവിനെ കാണാൻ അറിയാൻ കയ്യിലെന്നുള്ള തീവ്രമായ ഉറച്ച വിശ്വാസത്തിലാണ്. ഇപ്പൊ നിങ്ങളും ഞാനും വിശ്വാസമില്ല, മനുഷ്യ സ്വരൂപമാണ് അല്ലേ. പക്ഷെ മനുഷ്യന് നിലനിൽപ്പില്ല, ആത്മാവില്ലെങ്കിലും മനുഷ്യനുണ്ടോ? അപ്പോൾ ആത്മാവായ ഈശ്വരനാണ് ഈ മനുഷ്യ സ്വരൂപത്തെ സൃഷ്ടിച്ചതും ഇതിൽ ഊതി പ്രവേശിച്ചുകൊണ്ട് നിലനിന്ന് പ്രവർത്തിച്ചു പോയിരുന്നതും ബഷീറും സമയം വലിയ മുഹൈൽക്കയുമായ അള്ളാഹുവാണ്, ഈശ്വരനാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല. മുഹമ്മദ് അറിഞ്ഞു, ഞാൻ അറിഞ്ഞു, അതുപോലെയുള്ളവരറിഞ്ഞു, അജ്മീർ ഖാജ മുഹിയുദ്ദീൻ അതുപോലെയുള്ളവരറിഞ്ഞു. പക്ഷെ നിങ്ങൾ മനുഷ്യ തലത്തിലാണ്, ഞാൻ ദൈവിക തലത്തിൽ, ഞാൻ അള്ളാഹുവാണ്, ഈശ്വരനാന്നുള്ള കാഴ്ചപ്പാടും തലത്തിലാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ വിവരമില്ലാത്ത അന്ധനമായ തെറ്റായ ധാരണയിലുള്ള ആളാണെന്നല്ല അർത്ഥം. നിങ്ങളെ സ്വരൂപം എന്നെ പോലെ നിങ്ങളും ഞാൻ ഒന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞു ഉയർന്ന അള്ളാഹു എന്ന യഥാർത്ഥമാണ്. അതുകൊണ്ട് മുഹമ്മദ് മനുഷ്യനാണെന്ന് പറയാൻ പാടില്ല. നിങ്ങൾ മനുഷ്യനാണെന്നുള്ള വിശ്വാസത്തിൽ മുഹമ്മദ് അള്ളാഹുവാണ് കാഴ്ചയിലും ആ ബോധത്തിലുമാണ്. ഞാനും അതാണ്. എന്നപോലെ കൃഷ്ണനും രാമനും ബുദ്ധനും യേശുവും ഇവിടെ ഉള്ള അനവധി മഹാത്മാക്കളും ദൈവദർശനമുള്ളവർ ഞാൻ ഈശ്വരനാണെന്നുള്ള കാഴ്ചയിലും ബോധത്തിലുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മുഹമ്മദ് നിങ്ങളെപ്പോലെ മനുഷ്യനാന്ന് പറഞ്ഞത്. മുഹമ്മദ് മനുഷ്യതലത്തിൽ നിന്ന് ദൈവിക തലത്തിലേക്ക് ബോധോദയം സിദ്ധിച്ച് ദൈവസാക്ഷാത്കാരം പ്രാപിച്ചവനാണ്. ഈ കൃഷ്ണനും രാമനും യേശു മുഹമ്മദും ഈ മുഹിയുദ്ദീൻ മുഹമ്മദ് അജ്മീർ ഖാജി അതുപോലെ ഉള്ള അനവധി പേരുകൾ. ഓക്കെ.